പപ്പിൾസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് ആലപ്പുഴ ബീച്ചിലേക്കാണ്. നമ്മളിപ്പോൾ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോൾ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നുകൊണ്ട് അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു ബാംഗ്ലൂർ എക്സ്പ്രസ്സും ഒരു വന്ദേ ഭാരതും പോയി കഴിഞ്ഞു. അങ്ങനെ ഗേറ്റൊക്കെ തുറന്നു കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും മണി 6 ഇനി സൺസെറ്റിന് ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ബീച്ചിലെ പഴയ കടൽപ്പാലത്തിൻ്റെ സമീപമാണ്. ഇവിടെ പഴയൊരു യുദ്ധക്കപ്പലൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ബീച്ചിൽ. കൂടാതെ ഇവിടെ നടക്കുന്ന മറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം എക്സിബിഷൻ്റെ ലാസ്റ്റ് ഡേയും കൂടി ആയിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെയും നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ശരിക്കുമുള്ള നാട് ഇതാണ്. ഈ ബീച്ചിൽ നിന്നും 2.5-3 കിലോമീറ്ററേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്. ഇവിടെ കുടുംബത്തിൽ വരുമ്പോഴൊക്കെ മിക്കവാറും തന്നെ ഞങ്ങൾ ബീച്ചിലും വരാറുണ്ട്. നമുക്കിനി ഈ ബീച്ചിലെ കാഴ്ചകളും സൺസെറ്റും ഒക്കെ കാണാം. ഈ കാണുന്നത് പഴയ ഒരു കടൽപ്പാലമായിരുന്നു. ഇവിടെ ഇപ്പോൾ അതിൻ്റെ തൂണുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. സൂര്യൻ നല്ലപോലെ ഓറഞ്ച് നിറമായിട്ട് ഇങ്ങനെ തുടുത്തിരിക്കുകയാണ്. പിന്നെ ദാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഷിപ്പുകളൊക്കെ കാണുന്നുണ്ട്. ഇതിപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ തന്നെ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ സൈഡിലേയും കാണുന്നുണ്ട്. ഇനി നമുക്ക് സൺസെറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് നേരം ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം മറൈൻ വേൾഡ് കാണാൻ കയറാമെന്നാണ് വിചാരിക്കുന്നത്. സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ നല്ല തിരയാണ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കുക അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മോന് നല്ല പേടിയായിരുന്നു ഇപ്രാവശ്യം. ഇപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ ബീച്ചിലെത്തുന്നത്. അതിൻ്റെ ആണെന്ന് തോന്നുന്നു അവന് നല്ല പേടിയായിട്ട് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു. മോനെ സമാധാനിപ്പിച്ചിട്ടൊക്കെ ബീച്ചിൽ ഇറക്കാൻ നോക്കി. പക്ഷേ എന്നിട്ടൊന്നും അവനെ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് അവനെ ഒന്ന് തിര കൊള്ളിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കാലൊക്കെ ഒന്ന് നനപ്പിച്ചിട്ട് തിരിച്ച് കയറ്റുകയാണ് ഉണ്ടായത്. സൺസെറ്റ് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ആകാശത്തിൻ്റെ നിറം ദാ ഈ കളറായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു കാണാൻ. കുറേ നേരം അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിന്നു. അതിനുശേഷം ഞങ്ങൾ മറൈൻ വേൾഡ് കാണാൻ കയറി. അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നാളത്തെ വീഡിയോയിലൂടെ വിശദമായി കാണാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.